ഹായ് മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? യെസ്, നിങ്ങൾ NMMSന്റെ എക്സാം എഴുതാനൊക്കെ ഒരുങ്ങി തയ്യാറായിട്ട് റെഡിയായി നിൽക്കുകയാണ് അല്ലേ? യെസ്. പക്ഷെ പല മക്കൾക്കും അറിയില്ല എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ അത് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ അക്ഷയ സെൻറ്ററുകൾ സമീപിക്കാം, മറ്റുള്ള ജനസേവാ കേന്ദ്രങ്ങളെ സമീപിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കുത്തിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനും പറ്റും. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കയ്യിൽ വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതില്ലാതെ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പകുതിക്കത്ത് വെച്ച് നിർത്തി പോകേണ്ടി വരും അല്ലേ? അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യും, വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരും. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ സാധുതയുള്ള ഇമെയിൽ ഐ ഡി അതേപോലെ മൊബൈൽ നമ്പർ, ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിനായിട്ട് ഒരുക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അതായത് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, അക്ഷയയിൽ പോയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുക അല്ലേ? അപേക്ഷിച്ചതിന് ശേഷം 3 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏത് വാർഷിക വരുമാനം അല്ലേ, 3 ലക്ഷത്തിൽ താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് രീതി. ഓക്കെ, അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അതിന് പിന്നെ കൃത്യമായ സൈസൊക്കെ ഉണ്ടല്ലേ, അപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ 100 KB താഴെ വലിപ്പം വരുന്ന തരത്തിൽ PDF ഫോർമാറ്റിൽ സ്കാൻ ചെയ്തതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ SC/ST മക്കളാണെങ്കിൽ അല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജാതി സർട്ടിഫിക്കറ്റ് കൂടി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതും 100 KB താഴെ വലിപ്പം വരുന്ന തരത്തിൽ PDF ഫോർമാറ്റിൽ സ്കാൻ ചെയ്തതായിരിക്കണം ഇതും. ഓക്കെ, പിന്നെ എന്താ വേണ്ടത്, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതായത് PWD ആയിട്ടുള്ള മക്കളുണ്ടാവും. അതായത് എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് 40% മുകളിലാണെങ്കിൽ മാത്രമേ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ താഴത്തുള്ളതൊക്കെ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, അതൊന്നും അപ്രൂവഡ് അല്ല. അപ്പം ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടും, മെഡിക്കൽ ഓഫീസറേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അത് സൈൻ ചെയ്ത് വാങ്ങിയത് ശേഷം അത് അപ്ലൈ ചെയ്യണം. കാരണം അവർക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി വിഭാഗത്തിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കണം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ആനുകൂല്യം ഉണ്ടാവും. പിന്നെ വേണ്ടത് എന്താണ്, ഒരു പാസ്പോർട്ട് സൈസ് അടിപൊളിയായിട്ടുള്ള ഒരു പിക്ചർ വേണം. കറൻ്റായിട്ട് ഏറ്റവും അടുത്ത സമയത്ത് എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്. യെസ്, ഒരു NMMS പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലേ? യെസ്, ഇതില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ മുഴുവനാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഒരുക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏത് സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യുക? സിമ്പിളായിട്ട് പറയാം, NMMSE.Kerala.gov.in എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, അതിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും NMMS എക്സാം നടത്തും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നടത്തുന്നുണ്ട്. ആ കേരളത്തിലുള്ള എക്സാമിൻ്റെ വെബ്സൈറ്റിൻ്റെ നെയിമാണിത്, അഡ്രസ്സാണിത്. NMMSE.Kerala.gov.in എന്ന് പറയുന്ന അഡ്രസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കയറിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് തുടങ്ങാം. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊന്ന് അഡ്രസ് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തുറന്നു വരുന്ന വിൻഡോ ഇങ്ങനെ ആയിരിക്കും. ഇതാണ് വെബ്സൈറ്റിൻ്റെ വിൻഡോ. ഉണ്ടോ, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അല്ലേ, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അല്ലേ. ഇതിൻ്റെ ഈ റൈറ്റ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കാണാൻ പറ്റും. അവിടെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഈ വെബ്സൈറ്റിലേക്ക് കയറി വരുന്നതായതുകൊണ്ട് നമ്മൾക്ക് യൂസർ നെയിമും പാസ്വേഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ അല്ലേ, നൗ എന്നുണ്ടാവും. ന്യൂ കാൻഡിഡേറ്റ് അതേപോലെ രജിസ്റ്റർ നൗ എന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. ക്ലിയർ അല്ലേ? യെസ്, ന്യൂ അല്ലേ. അപ്പോൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ നൗ എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വിൻഡോ തുറന്നു വരിക, യെസ്, ഈ വിൻഡോ ആണ് കടന്നു വരിക. അതായത് ന്യൂ രജിസ്ട്രേഷൻ വിൻഡോ. അതിലെന്തുണ്ട്, നെയിം കൊടുക്കാനുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുണ്ട്, ഇമെയിൽ ID കൊടുക്കാനുണ്ട്, മൊബൈൽ നമ്പർ കൊടുക്കാനുണ്ട്. പിന്നെ ആ മൊബൈൽ നമ്പർ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്തായി, നിങ്ങളുടെ പേരിൽ ഒരു പ്രൊഫൈൽ എന്തായി, ക്രിയേറ്റ് ആയി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സൈഡിലായിട്ട് ഹോമിൽ പോയിട്ട് പ്രൊഫൈൽ തുറന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ മൊബൈൽ നമ്പർ നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും, ഇമെയിൽ ID നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ നിങ്ങളുടെ പ്രൊഫൈലായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്,
ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം, റീസെൻറ്റ് ഫോട്ടോ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് അതായത് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, അതേപോലെ ഫാമിലി ഡീറ്റെയിൽസ് നിങ്ങളുടെ പാരൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈനൽ കൺഫർമേഷൻ. അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ ചെല്ലൽ നിങ്ങളുടെ HMൻ്റെ പാനലിലേക്കാണ്. അതാണ് സ്കൂൾ അതോറിറ്റി. അവരെന്ത് ചെയ്യണം, ഇന്ന കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട്, അവരുടെ എല്ലാ വിവരങ്ങളും സർട്ടിഫൈ ചെയ്തതാണ്, ഒക്കെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ സ്കൂളിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ HM എന്ത് ചെയ്യുള്ളൂ, അത് അപ്രൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, തരുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, NMMS പരീക്ഷയ്ക്ക് എഴുതാൻ യോഗ്യനായി എന്നുള്ളതിൻ്റെ കൺഫർമേഷനായി. ഓക്കെ, യെസ്. അപ്പോൾ ഈ ബേസിക് ഡീറ്റെയിൽസ് അല്ലേ, റീസെൻറ്റ് ഫോട്ടോ, അതൊക്കെ അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 സ്റ്റെപ്പാണുള്ളത് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ബേസിക് ഡീറ്റെയിൽസ്. എന്തൊക്കെ ബേസിക് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്? യെസ്, അപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി നിങ്ങൾക്ക് ജനറേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്സ്, പിന്നെ ഡിസ്ട്രിക്ട് ഏതാണ്, കോഡ് ഏതാണ്, പിന്നെ കാറ്റഗറി ഏതാണ്, റിലീജിയൻ ഏതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എവിടേക്ക് പോകണം, ഇവിടെ എന്തുണ്ട്, സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് കാണാൻ പറ്റും. ആ സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പ് 2ലേക്ക് പോകും. അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു, അപ്ലോഡഡ് ഫോട്ടോ കൊടുത്തു, ഫാമിലി ഡീറ്റെയിൽസ് കൊടുത്തു, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് കൊടുത്തു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഞാൻ വിശദമായിട്ട് പറഞ്ഞില്ല, അവിടെ എന്താ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഞാൻ ഒന്നാമത്തെ ബേസിക് ഡീറ്റെയിൽസ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവസാനം കൺഫർമേഷൻ കൊടുക്കാം. കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ പ്രിവ്യൂ എന്ന് കാണാൻ പറ്റും. പ്രിവ്യൂ അതെന്താ, നിങ്ങൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ളൊരു അവസരമാണ്. അത് ചെക്ക് ചെയ്ത് നോക്കി തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തിരുത്തിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒന്നും കൂടി പ്രിവ്യൂ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സേവ് ആൻഡ് പ്രൊസീഡ്, നേരെ സേവ് ആൻഡ് പ്രൊസീഡ് അടിക്കാം. അപ്പോൾ എന്തായി, ഇതിൻ്റെ എല്ലാ പ്രോസസ്സും റെഡിയായി. ഇനി ഇത് എവിടെ എത്തിയിട്ടുണ്ടാവും, HMൻ്റെ അടുത്തെത്തും. HM കൺഫർമേഷൻ അടിച്ചു കഴിഞ്ഞാൽ, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ NMMS പരീക്ഷയ്ക്ക് യോഗ്യനായി എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? യെസ്. ഇനി ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സൈറ്റ് കയറേണ്ട ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പാസ്വേഡും യൂസർ നെയിം ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, കയറിയാൽ മതി. ഓക്കെ. പക്ഷേ ചില സമയത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ തുറക്കുക. അപ്പോൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, പാസ്വേഡ് മറന്നു പോയാൽ അപേക്ഷകർ, അതായത് ഞാനാണ് അപ്ലൈ ചെയ്യുന്നത്, ഞാൻ അല്ലെങ്കിൽ സ്കൂൾ മേധാവി അല്ലെങ്കിൽ സ്കൂളിലെ അധികൃതർ ആരായാലും എന്നിവർ അവരുടെ ലോഗിൻ പാസ്വേഡ് മറന്നു പോയാൽ, അതായത് സ്കൂൾ സൈറ്റിൻ്റെ, സ്കൂളിലെ അധ്യാപകൻ കയറുന്ന വെബ്സൈറ്റിൻ്റെ പാസ്വേഡ് മറന്നു പോയാലും ഞാനിപ്പോൾ NMMS എക്സാം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പാസ്വേഡ് ഉണ്ടാവുമല്ലോ, ആ പാസ്വേഡ് ഞാൻ മറന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നേരെ ലോഗിൻ്റെ അവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കാണാൻ പറ്റും അല്ലേ. എന്താണ് ഫോർഗോട്ട് പാസ്വേഡ് അല്ലേ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിലൂടെ മൊബൈൽ ലഭിക്കുന്ന OTPയുടെ സഹായത്താൽ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്തു, ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊബൈൽ നമ്പർ കൊടുത്തിട്ടില്ലേ, ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ലോഗിൻ ചെയ്താൽ മതി ആ പാസ്വേഡ് വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഹോൾ ടിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കാം അല്ലേ. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാങ്കേതിക പ്രോബ്ലംസ് ഉള്ളിലുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് ഇമെയിൽ ചെയ്താൽ മതി അല്ലേ. NMMSS .help.desk@gmail.com എന്ന് പറയുന്ന ഈ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് എന്ത് ചെയ്യാം, മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പരിഹാരം കിട്ടും. ഇനി നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 0471254683 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് NMMS എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഏത് സൈറ്റിൽ പോകണം, പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, എല്ലാം റെഡി ആയിട്ട് സെറ്റായിട്ട് എന്ത് ചെയ്ത് അപ്ലൈ ചെയ്തോളൂ. ഈ 23-ാം തീയതി തൊട്ട് അടുത്ത മാസം 15-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത മാസം 16-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാവാനുള്ള സമയമുണ്ട്. 16-ാം തീയതി എന്താണ്, എക്സാമാണ്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് വളരെ ഉഷാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷ എഴുതി വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കാണാം, ബൈ.